പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യേശുവെ ആരാധന, യേശുവെ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപവാസ ദിനത്തിൽ ഈ വചനത്തിന്റെ യോഗ്യതകൾ നമുക്ക് ചോദിച്ചു വാങ്ങാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു തീരട്ടെ. ഈ വചനം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അവിടുന്ന് അരുളി ചെയ്യുകയാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? ഈ വലതു കൈ പിടിച്ചിരിക്കുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ, വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ വലതു കൈ പിടിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ചാച്ചനാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ്. നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ വലതു കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു അപകടത്തിലും ഞാൻ പെടുകയില്ല, യാതൊന്നിലും ഞാൻ ചെന്ന് വീഴുകയില്ല, എനിക്ക് സംരക്ഷണമുണ്ട്, കരുതലുണ്ട്, അവരെന്റെ കൂടെയുണ്ട്. ഞാൻ നടക്കുന്ന വഴികൾ ശരിയായ വഴികളായിരിക്കും, ഒരിക്കലും തെറ്റായ വഴിയിലൂടെ ഞാൻ പോകത്തില്ല. കാരണം എന്റെ കൂടെ നടക്കുന്നത് എന്റെ അപ്പനും അമ്മയാണ്. അവർക്കറിയാം എന്നെ എങ്ങോട്ട് നയിക്കണം, എവിടെ എത്തിക്കണം എന്നുള്ളത്. അവരെന്റെ സംരക്ഷകരാണ്, എന്റെ സ്നേഹിതരാണ്, എന്റെ കൂടെയുണ്ട്. എന്റെ വികാരങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ എല്ലാം എന്റെ മാതാപിതാക്കൾക്കറിയാം. എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ വലതുകരം പിടിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നീ സുരക്ഷിതനാണ്, നീ എന്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. പ്രിയമക്കളെ, വചനം പറയുന്നത് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. എന്താണത് അർത്ഥമാക്കുന്നത്? അവിടുന്ന് നമ്മളെ അറിയുന്നു, അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മളെ വഴി നടത്തും. നമ്മൾ നടക്കുന്ന വഴികൾ ഒരിക്കലും തെറ്റുകയില്ല. അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ സഹായകനായി, നമ്മുടെ വഴികാട്ടിയായി, നമ്മുടെ സ്നേഹിതനായി, നമ്മുടെ കരുതലായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയമക്കളെ, ഈ വചനത്തിന്റെ യോഗ്യതകൾ നമുക്ക് ചോദിക്കാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു തീരട്ടെ. ഈ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും അവന്റെ സ്വന്തമായി മാറുവാനും അവന് വേണ്ടി നിലകൊള്ളുവാനും നമ്മൾ നടക്കുന്ന വഴികളൊക്കെ അനുഗ്രഹമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾക്ക് നമ്മളിൽ ഈശോയെ കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ഓരോ നിമിഷവും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയുടെ മുഖമായി തീരുവാനും ആ സമയത്ത് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ദിവസം, ഈ ഒരു ഉപവാസ ദിനത്തിൽ ഈ ഒരു ഉറപ്പ് നമുക്ക് വരുത്താം. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. വചനം പറയുന്നതനുസരിച്ച് ഏശയ്യാ 41:13, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ വീഴുകയില്ല, എങ്ങും നീ വീഴത്തില്ല. ഒരു രോഗത്തിന് മുന്നിലോ, പീഡകൾക്ക് മുന്നിലോ, സാമ്പത്തിക തകർച്ചയിലോ, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നിലോ നീ വീഴുകയില്ല. കാരണം ഞാനാണ് നിന്റെ കർത്താവ്, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് നൽകുന്ന വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ ആരാധന, യേശുവെ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.